സോ ഫൈനലി 2023 അവസാനിക്കാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. യൂഷ്വലി ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ആ ഒരു വർഷത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമകളെ കുറിച്ച് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമേ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊന്നും റാങ്കിങ് ഒന്നും ചെയ്യുമല്ല. ഞാൻ കണ്ടതിലേക്ക് വെച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ സിനിമകൾ മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. കാരണം ചില സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ വെറുതെ ഹെയ്റ്റ് കമൻസ് എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം ഇത് എൻ്റെ ലിസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വർഷത്തെ 2023 ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കിടിലൻ സിനിമകൾ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിനും എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന ഈ ഒരു 10 സിനിമകൾ, ഈ ലിസ്റ്റിനകത്തുള്ള 10 സിനിമകളിനകത്തും അതിനകത്തുള്ള ഭൂരിഭാഗം സിനിമകളുടെയും റിവ്യൂസ് നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. സോ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ സിനിമയിലേക്ക് പോകാം. വേണമെങ്കിൽ നമ്പർ 10 എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റൊന്നുമല്ല, ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ ആണ്. യെസ്, എനിക്കറിയാം നോളൻ ഫാൻസ് ആദ്യം എന്നോട് വന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻ ആണ്, ബ്രോ നോളന്റെ സിനിമ എങ്ങനെ ടോപ്പ് 10 സ്റ്റാർട്ടിങ് സിനിമ ആക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രേ പറയുള്ളൂ. ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ സിനിമ അത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഹൈമറിനൊരു ബയോഗ്രഫിയാണ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണാൻ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയേണ്ടത് വാല്യൂ അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡമായ പടം എന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് ബോറടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഓവറോൾ നിങ്ങൾ ഓപ്പൺഹൈമർ ആസ് എ ഒരു ഫിലിം, ആസ് എ ഒരു ബയോഗ്രഫി എന്നുള്ള രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ അത് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ റിവ്യൂവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്പൺഹൈമർ ആണ് എൻ്റെ മൂവി നമ്പർ 10. സോ ഇനി മൂവി നമ്പർ 9ലേക്ക് പോയിക്കഴിഞ്ഞാൽ അതും ഞാൻ നേരത്തെ ഓപ്പൺഹൈമർ പറഞ്ഞ പോലെ ഇതും എവരി വൺസ് കപ്പ് ഓഫ് ടീ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സോ ഫ്രാഞ്ചൈസി ഇഷ്ടമാണെങ്കിൽ ഈ വർഷം നമുക്ക് സോയുടെ വളരെ മികച്ച ഒരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സോ ഫ്രാഞ്ചൈസിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പ്രീക്വലായിട്ടാണ് നമുക്ക് ഈ ഒരു സോ എക്സ് അല്ലെങ്കിൽ സോ 10 എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് സ്പൈറൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വേറെ കുറേ ജിക്സോ എന്നൊക്കെ പറഞ്ഞ സിനിമകളെല്ലാം വൻ പരാജയം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ അവർക്ക് കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക ജിക്സോയുടെ ലൈഫ് അവർക്ക് കുറച്ചും കൂടി കാണിക്കാൻ കഴിഞ്ഞു. പുള്ളിക്കാരൻ്റെ ഒറിജിൻ സ്റ്റോറിയും കൂടിയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ എനിക്ക് ആസ് ഒരു സോ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ പറഞ്ഞ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, നേരത്തെ ഓപ്പൺഹൈമർ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നൊരു സിനിമ തന്നെയാണ് സോ എക്സ്. സോ നമ്പർ 8 പ്ലെയിൻ. എനിക്കറിയാം ഭൂരിഭാഗം ആൾക്കാർ ഈ ഒരു സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഞാനും കേട്ടിട്ടില്ല. ഇത് റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കാരണം സിനിമയുടെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ജെറാർഡ് ബട്ട്ലറിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജെറാർഡ് ബട്ട്ലർ ഇതേപോലെ തന്നെ എല്ലാ വർഷത്തിലും കുറേയധികം ആക്ഷൻ സിനിമ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ എന്താണ് പ്ലെയിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രതീക്ഷ പോലും അല്ലെങ്കിൽ ഒരു ട്രെയിലർ പോലും കാണാതെ കണ്ടൊരു സിനിമ തന്നെയാണ്. അതായത് സിനിമയുടെ ബേസിക് സ്റ്റോറി നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു പൈലറ്റ് ടെററിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തും. കാരണം ഇവരുടെ ആ ഒരു പ്ലെയിൻ പോയിട്ട് ഒരു സ്ഥലത്ത് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അവിടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പൈലറ്റിൻ്റെ കഥയാണ്. അതൊക്കെ ഒരു ആസ് ഒരു പൈലറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഒരു ആക്ഷൻ സർവൈവൽ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജെറാർഡ് ബട്ട്ലറിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഈ വർഷത്തിൽ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ്. സോ നിങ്ങൾക്കും ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. സോ പ്ലെയിൻ ആണ് നമ്മുടെ നമ്പർ 8. സോ നമ്പർ 7ലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർട്ടിൻ സ്കോർസെസിയുടെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ സിനിമയാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ കാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിയനാർഡോ ഡികാപ്രിയോ, റോബർട്ട് ഡി നീറോയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഒരു സിനിമ പ്രത്യേകതയാക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് മാർട്ടിൻ സ്കോർസെസിയുടെ സിനിമ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ ഇത് സത്യം പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്സിൽ കൂടി വെച്ചിട്ടാണ് അവർ ഈ ഒരു സിനിമ ഇറക്കിയേക്കുന്നത്. നമ്മൾ ഈ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വെറൈറ്റി, അതായത് ഈ ഒരു വെറൈറ്റി ഒരു മിസ്റ്ററി സിനിമ കാണണം. അതുകൂടാതെ തന്നെ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾ ഹിസ്റ്ററി കണ്ടിട്ടുള്ള സത്യമാണോ നോണിയാണോ എന്നുള്ള കാര്യത്തിനെയൊക്കെ കുറിച്ച് റിവോൾവ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു കോർ ആസ്പെക്റ്റ്, അതായത് സ്റ്റോറി, അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാത്തിൻ്റെയും ഡെവലപ്മെൻറ്റ് വളരെ സൂപ്പറായിട്ട് തന്നെ മാർട്ടിൻ സ്കോർസെസിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ വർഷത്തെ വൺ ഓഫ് ദി ഒരു കിഡിലൻ
സിനിമയായിട്ട് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ തന്നെയാണ്. സോ നമ്പർ 6 ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഹോണർ എമംഗ് ദ തീവ്സ്. ഈ സിനിമ സത്യം പറഞ്ഞ ഒരു ടേബിൾ ടോപ്പ് ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും കുറേ ഡഞ്ചൻസ് ഓഫ് ഡ്രാഗൺസിന്റെ ഗെയിമല്ല സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അത് വലിയ രീതിയിൽ തന്നെ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ എന്താണ് നിങ്ങൾക്കൊരു അഡ്വഞ്ചർ കോമഡി സിനിമയിൽ വേണ്ടത്, അതിൻ്റെ എല്ലാം നമുക്ക് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് അത്യാവശ്യം ചുമ്മാ ഇരുന്ന് ഫാമിലിയിൽ ഈ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ചുമ്മാ ഇരുന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് തന്നെയാണെന്ന് എനിക്ക് എന്താണെങ്കിലും പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ തന്നെ ചിരിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിലും അഡ്വഞ്ചർ ആണെങ്കിലും മിത്തിക്കൽ കാര്യങ്ങളെല്ലാം ആണെങ്കിലും അവർക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമ്മളെ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ക്രിസ് പൈൻ്റെ പെർഫോമൻസ് വേറെ ലെവല് തന്നെയാണ്. സോ നമ്പർ 5 ഈവിൾ ഡെഡ് റൈസ്. ഈ സിനിമ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ നമ്മുടെ റിവ്യൂവിനകത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഹൊറർ സിനിമയുടെ ഭയങ്കര വലിയ ഫാൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു വർഷത്തെ നമുക്ക് ഏറ്റവും കിടലിനായിട്ട് കിട്ടിയിട്ടുള്ള ഹൊറർ സിനിമ ഇതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് എനിക്ക് മൊത്തത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ഒരു വെർത്തി ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും കിഡിലിനായിട്ട് തന്നെ അവർക്ക് ഈ ഒരു സിനിമ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതിന് 2013 നമുക്ക് മറ്റൊരു ഈവിൾ ഡെഡിൻ്റെ ഒരു റീമേക്ക് അല്ലെങ്കിൽ ഒരു റീബൂട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഈവിൾ ഡെഡ് റൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത് അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമയായിട്ടാണ് ഈവിൾ ഡെഡ് റൈസ് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ നമ്പർ 4ലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു സിനിമയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. നമ്പർ 5 വീണ്ടും വരുന്ന ഒരു സിനിമയും കൂടി തന്നെയാണ്. എനിക്കറിയാം നിങ്ങളപ്പോൾ എന്നോട് ചോദിക്കും നമ്പർ 5 വീണ്ടും 2 സിനിമ വരുമെന്ന് വെച്ചാൽ യെസ്, 2 സിനിമ എൻ്റെ റേറ്റിംഗിൽ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല ടോക്ക് ടു മീ വേറെ ലെവൽ സിനിമ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് യൂട്യൂബേഴ്സ് ചേർന്നാണ് ആ ഒരു സിനിമ ഇറക്കിയേക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റോറി ആണെങ്കിലും കൺസെപ്റ്റ് ആണെങ്കിലും എനിക്ക് ആസ് ഒരു പേഴ്സൺ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു കൈ ഉണ്ടാവും, ആ കൈയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈവിൾ സ്പിരിറ്റ്സിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തന്നെ ആ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് മുതലാണെങ്കിൽ എൻഡിങ് വരെയാണെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഹൊറഫിക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് സിനിമ തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹൊറർ ഫാനാണ് എന്നെ പോലെയെങ്കിൽ ഈ 2 സിനിമയും നിങ്ങൾക്ക് എന്താണെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ തന്നെയാണ്. ഈവിൾ ഡെഡ് മറ്റൊരു കാറ്റഗറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു സോ പോലത്തെ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. പക്ഷെ ഒരു പ്യുവർ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് അത് ടോക്ക് ടു മീ തന്നെയാണ്. പക്ഷേ ഈ 2 സിനിമയും തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ഞാൻ സത്യം പറഞ്ഞാൽ 5ൽ തന്നെ നിർത്തിയത്. ഇനി നമുക്ക് 4ാമത്തെ സിനിമയിലേക്ക് പോവാം. സോ 4ാമത്തെ സിനിമ മറ്റൊന്നുമല്ല, ഫൈനലി ഒരു MCU സിനിമ ഈ വർഷം ഇറങ്ങിയത്. നിങ്ങൾക്ക് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുമല്ല, ജെയിംസ് ഗണ്ണിൻ്റെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ ലാസ്റ്റത്തെ സിനിമ. ആൻഡ് ആസ് ഒരു MCU ഫാൻ അല്ലെങ്കിൽ ഒരു DCEU ഫാൻ എന്നുള്ള രീതിയിലേക്ക് എന്നോട് ചോദിക്കണം, ഈ വർഷം ഇവരുടെ 2 പേരുടെയും സിനിമകൾ സത്യം പറഞ്ഞ ദുരന്തങ്ങൾ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല സിനിമകൾ നമുക്ക് വളരെ ചുരുക്കം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള അങ്ങനെ നമുക്ക് ലഭിച്ചൊരു സിനിമ തന്നെയാണ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ വോളിയം 3 ഈ സിനിമ. ആൻഡ് ഈ സിനിമ എന്താണോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിക്ക് ഒരു ഫെയർവെല്ല് കൊടുക്കുന്ന അവരുടെ ആ ഒരു സ്റ്റോറി എങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കാം അത് അവർക്ക് സൂപ്പറായിട്ട് തന്നെ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ജെയിംസ് ഗൺ ആസ് ഒരു ഡയറക്ടർ, പുള്ളിക്കാരൻ DCയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൈനലി ഡയറക്റ്റ് ചെയ്ത ലാസ്റ്റത്തെ ഒരു മാർവൽ സിനിമയും കൂടിയാണ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ വോളിയം 3. പുള്ളിക്കാരൻ നല്ലൊരു ഫെയർവെൽ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണോ MCUവിനകത്തുള്ള സിനിമ ഈ വർഷം നിങ്ങൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയാണ് നമ്മുടെ മൂവി നമ്പർ 4. സോ നമ്പർ 3 മറ്റൊന്നുമല്ല, ടോം ക്രൂസിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഫിലിം ആയിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കണിംഗ് പാർട്ട് 1. എനിക്കറിയാം ബോക്സ് ഓഫീസ് ഈ ഒരു ഫിലിം ഫ്ലോപ്പ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ആ ഒരു ഫിലിമിൻ്റെ മേക്കിംഗ് കോസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷേ ആസ് ഒരു ഫസ്റ്റ് പാർട്ടിനകത്ത് എത്രത്തോളം ആക്ഷൻ വേണം, എത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി പുള്ളിക്കാരൻ നമ്മൾ ഈ ഒരു സിനിമയിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ പാർട്ട് 2 കാണാൻ വേണ്ടി തന്നെ. അവർ സിനിമയുടെ പേരൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്ലോപ്പ് ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് അമ്മാതിരി കൂടുതൽ ബഡ്ജറ്റ് തന്നെയായിരുന്നു. ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി പോയത്. പക്ഷേ എന്നിരുന്നാലും മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിൽ തന്നെ ഒരു കിഡിലനായിട്ടുള്ളൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഡെത്ത് റെക്കണിങ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വൺ ഓഫ് ദ ഒരു കിഡിലനായിട്ടുള്ളൊരു സിനിമ എന്ന് തന്നെയാണ് എനിക്ക് എന്താണെങ്കിലും അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങൾ ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പാർട്ട് 2ലേക്ക്
വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. സോ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കനിങ് പാർട്ട് 2 ആണ് നമ്മുടെ മൂവി നമ്പർ 3. സോ മൂവി നമ്പർ 2 മറ്റൊന്നുമല്ല, സോണിയുടെയും മാർവലിന്റെയും കമ്പൈൻ മൾട്ടിവേഴ്സ് സിനിമയായിട്ടുള്ള സ്പൈഡർമാൻ അക്രോസ് ദ യൂണിവേഴ്സ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതൊരു ആനിമേറ്റഡ് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ഫീച്ചേർഡ് ഫിലിം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ പോലാണെങ്കിൽ തന്നെ സോണി നെയിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്പൈഡർവേഴ്സ് യൂണിവേഴ്സ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടി ഇറങ്ങിയ ഈ സിനിമയാണെങ്കിൽ അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയുന്നത് ഒരു ലൈവ് ആക്ഷൻ അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ തള്ളിക്കളയരുത്. കാരണം ഈ വർഷം ഇറങ്ങിയിലേക്ക് തന്നെ വൺ ഓഫ് ദി കിഡിലൻ സിനിമ തന്നെയാണ്. പാർട്ട് 2 വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഈ ഒരു കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയേണ്ട കാര്യമില്ല. ആസ് ഒരു സ്പൈഡർമാൻ ഫാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, നിങ്ങൾക്ക് എത്രത്തോളം കമ്യൂസ് വേണം, എത്രത്തോളം സ്പൈഡർമാൻ്റെ വെർഷൻസ് വേണം, എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടോ അതെല്ലാം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ നല്ലൊരു സ്റ്റോറി, പിന്നെ ആക്ഷൻ സീക്വൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ട്രെയിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് അതെല്ലാം വളരെ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂവി നമ്പർ 2 അക്രോസ് ദ സ്പൈഡർവേഴ്സ് ആണ്. സോ ഫൈനലി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്താണ് നമ്മുടെ മൂവി നമ്പർ 1 അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലിസ്റ്റിനകത്ത് എനിക്ക് തോന്നിയതിനകത്ത് നമ്പർ 1 വന്ന സിനിമ ഏതാണെന്നുള്ളൊരു കാര്യം. പക്ഷെ ഇത് ഭൂരിഭാഗം ആൾക്കാർ എഗ്രി ചെയ്യുന്നും കൂടി എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ എപ്പോൾ ടോപ്പ് 10 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത്രയും അധികം ആൾക്കാർ ഞാനായിട്ട് എഗ്രി ചെയ്യാറില്ല. പക്ഷേ ഇത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ വർഷം സിനിമകൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, എഗ്രി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, ജോൺ വിക്ക് ചാപ്റ്റർ 4. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ഞാൻ പറയാൻ പോകണത് എന്നുള്ളൊരു കാര്യം. ആ ഫ്രാഞ്ചൈസിക്ക് നല്ലൊരു പെർഫെക്റ്റ് എൻഡിങ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആക്ഷനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിനേക്കാളും വലിയ ആക്ഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും കിഡിലനായിട്ടുള്ള കിയാനു റീവ്സിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു എൻഡിങ് കൂടി തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ ലഭിക്കുന്നത്. അപ്പോൾ ജോൺ വിക്ക് 5 വരില്ലെന്ന് ചോദിച്ചാൽ റൂമേഴ്സ് ഉണ്ട്, വരാം. കാരണം ലയൺസ് ഗേറ്റ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഫ്രാഞ്ചൈസി തന്നെ ഇത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അതിന് 5 വരും, പക്ഷെ ഇപ്പോൾ അടുത്തൊന്നുമില്ല. സോ ഓവറോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജോൺ വിക്ക് 4 ഒരു സൂപ്പർ എൻഡിങ്ങും കൂടി തന്നെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് കൊണ്ടുവന്ന് കൊടുക്കാനും സാധിച്ചിട്ടുള്ളത്. ആൻഡ് കിയാനു റീവ്സ് എൻ്റെ പൊന്നു, എനിക്ക് പറയാനില്ല, പുള്ളിക്കാരൻ ലെജൻഡാണ്. അത് ഈ സിനിമയ്ക്കകത്തുള്ള ആക്ഷൻസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ജോൺ വിക്കിൻ്റെ 4ാം സിനിമയാണ് നമ്മുടെ മൂവി നമ്പർ 1. സോ ഇതാണ് എൻ്റെ ലിസ്റ്റ്. നിങ്ങളുടെ പേഴ്സണൽ ലിസ്റ്റ് എനിക്കറിയാം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കാം. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ പല സിനിമകളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരിക്കാം എന്നെല്ലാം എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ സിനിമയ്ക്കകത്ത് നിങ്ങൾ ഏതെങ്കിലും കാണാതെ പോയിട്ടുള്ള സിനിമയുണ്ടോ, അതുകൂടാതെ എൻ്റെ ലിസ്റ്റായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് ഈ വർഷത്തെ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇതും, ചിലപ്പോൾ നമ്മളൊരു ന്യൂസ് വീഡിയോയും കൂടി ചെയ്യുന്നത് തന്നെയായിരിക്കും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 2024 കാണാമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ ഇതുവരെ കൊണ്ടുവന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു നന്ദി, താങ്ക് യു സോ മച്ച് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ പല ഗോൾസിലേക്കും നമുക്ക് എത്താൻ വേണ്ടി തന്നെ ഇത് തികച്ചും ഒരു തുടക്കം മാത്രമാണ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ ഞാൻ തന്നെ മറന്നുപോയി ഫൈനലി എന്താ ഞാൻ ലാസ്റ്റ് ഔട്ട്രോ പറയാന്നുള്ളൊരു കാര്യം. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.